പിണറായിക്ക് കാലം കരുതിവച്ച കാവ്യനീതിയാണ് മകൾക്കെതിരെയുള്ള ED അന്വേഷണം. ഹസൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും വേട്ടയാടിയ മുഖ്യമന്ത്രി പിണറായി വിജയന് കാലം കരുതിവച്ച കാവ്യനീതിയാണ് മകൾക്കെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. നീതിമാനായ ഉമ്മൻചാണ്ടിയെ 2016 അധികാരമേറ്റ അന്നു മുതൽ മരിക്കുന്നതുവരെ സംസ്ഥാന പോലീസിനെയും CBIയെയും ഉപയോഗിച്ച് പിണറായി വിജയൻ വേട്ടയാടി. തുടർന്നാണ് അദ്ദേഹം രോഗഗ്രസ്തനായതും അകാല മരണം വരിച്ചതും. അദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചു. പിതൃതുല്യനെന്ന് പറഞ്ഞ സ്ത്രീയെ ഉപയോഗിച്ച് അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം വരെ ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം DGP രാജേഷ് ദിവാൻ, ADGPമാരായ അനിൽ കാന്ത്, ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിൽ അരിച്ചുപെറുക്കി. എന്നിട്ടും കൊടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി വെള്ളക്കടലാസിൽ പരാതി എഴുതി വാങ്ങി CBI അന്വേഷണത്തിന് വിട്ടത്. സോളാർ കമ്മീഷന് പലതവണ കാലാവധി നീട്ടിക്കൊടുത്ത് ആ രീതിയിലും സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഇത്രയും വ്യാപകമായ വേട്ടയാടൽ നടത്തിയിട്ടും ഉമ്മൻചാണ്ടി അഗ്നിശുദ്ധി വരുത്തി അതിൽ നിന്ന് പുറത്തു വരികയും ജനഹൃദയങ്ങളിൽ അമരത്വം നേടുകയും ചെയ്തു. ഇതിനെല്ലാം കണക്ക് ചോദിച്ച് കാലം കടന്നുവരും. പിണറായിക്കുള്ള വടി വെട്ടാൻ പോയിരിക്കുന്നതേ ഉള്ളൂ. കരിമണൽ കമ്പനിയിൽ നിന്ന് വിതരണം ചെയ്ത 135 കോടിയുടെ മാസപ്പടിയിൽ 100 കോടിയോളം കൈപ്പറ്റിയത് PV എന്ന പിണറായി വിജയനാണ് എന്നാണ് ആദായനികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയത്. അതിലേക്കുള്ള അന്വേഷണമാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. അതിനു പകരം താരതമ്യേന ചെറിയ തുക കൈപ്പറ്റിയ മകളിലേക്ക് ED അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് തന്നെ സംശയാസ്പദമാണ്. ഇതൊരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണോ എന്ന് ആശങ്കയുണ്ട്. ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, ലൈഫ് മിഷൻ കേസ്, കരിവന്നൂർ ED കേസ്, മാസപ്പടി കേസ് എന്നിങ്ങനെ 7 കേസുകൾക്കിടയിലും സുരക്ഷിതനായിരിക്കാൻ ഇന്ത്യയിൽ പിണറായി വിജയന് മാത്രമേ കഴിയുകയുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു കേസ് ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ പിണറായി വിജയൻ അകത്തുപോകുമെന്ന് ഉറപ്പാണ്. കാലം അതിന് കാത്തിരിക്കുകയാണ്. MM ഹസൻ പറഞ്ഞു.